മറന്നിരിക്കും. തന്ദയവുമായി ഘോഷിച്ചിടാം. പാലകനേശുവെ മറന്നിരിക്കും. തന്ദയവുമായി ഘോഷിച്ചിടാം. വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക അവന്റെ നാമം. ശക്തിയോടെ കരങ്ങളിച്ച് വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക. ഓഹോ, ഈശാനമൂലം അടിച്ചുയർന്നു, പടവ് തകർന്നു തോന്നിയപ്പോ. ഈശാനമൂലം അടിച്ചുയർന്നു, പകർന്നവനാ അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമത്. ഓ ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സുവിശേഷ മഹായോഗത്തിന്റെ സമാപന രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ് കൂടെ ദൈവം നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചത് കൊണ്ടും നമ്മുടെ ആയുസ്സിനെ കർത്താവ് ദീർഘമാക്കിയത് കൊണ്ടും ഒരു രാത്രി കൂടെ നമുക്ക് ദൈവവചനം കേൾക്കുവാൻ ദൈവം അവസരം തന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാല വ്യാഴാഴ്ച രാത്രിയിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ സുവിശേഷ മഹായോഗത്തിന്റെ സമാപന രാത്രിയിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ എല്ലാ മാനവും മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. ഈ രാത്രിയിലും നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു രാത്രിയായി തീരുവാൻ ഇടയായി തീരേണ്ടതിനായിട്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ അനുഗ്രഹീതമായ സുവിശേഷ മഹായോഗം ഏറിയ അഭിഷേകത്തോടെ ഏറിയ ദൈവകൃപയോടെ ഈ രാത്രിയിലും ലീഡ് ചെയ്ത ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ജിനോ പൗലോസ് അവരുടെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രദേശത്ത് അവർ കുടുംബമായി താമസിച്ച് അനുഗ്രഹീത ശുശ്രൂഷ ചെയ്തു വരുന്നു. ആ ദൈവദാസനോടുള്ള ക്രിസ്തീയ വന്ദനത്തെ ഈ രാത്രിയിൽ ഞാൻ അറിയിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ നടുവിലായിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരെയും ക്രിസ്തു യേശുവിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ലോറൻസ് സാറ് കുടുംബം അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഗാനങ്ങൾ പാടിയ സഹോദരി സഹോദരന്മാർ അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രി ഇവിടെ കടന്നു വന്ന ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ ശബ്ദ പരിധിക്കുള്ളിൽ എനിക്കറിയാം അനേക ആളുകൾ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ശബ്ദ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ ഭാഗഭാക്കായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവുമായി ഈ അതിമനോഹരമായ ഈ സ്ഥലത്തായിരിക്കാൻ ദൈവമൊരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രി ഞാൻ ഇനി ആമുഖമായി ഒന്നും പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ആത്മീയ ശുശ്രൂഷയിലേക്ക് ആത്മീയ ദൂതിലേക്ക് ഈ പകലിൽ ഈ രാത്രിയിൽ പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മുടെ ദൈവവചന ധ്യാനത്തിനായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7, 9, 10 3 വാക്യങ്ങൾ വേഗത്തിൽ നമുക്ക് വായിക്കാം. ഇതാ അവൻ മേഘരൂഢനായി വരുന്നു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും
യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ സുവിശേഷ മഹായോഗത്തിന്റെ സമാപന രാത്രിയിൽ ദൈവവചനവുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുള്ള ദൈവിക ദൂതുകള്, ദൈവികാലോചനകള് കർത്താവെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ രാത്രിയിലെ ദൈവവചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവേ കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മാനോ മഹത്വം അവിടെ നിന്ന് എടുക്കും. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. സ്തോത്രം. വേദപുസ്തകത്തിന്റെ പ്രാരംഭ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. സമാപന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തി ആരംഭത്തെ കുറിച്ചുകൊണ്ട് ആരംഭിക്കുമ്പോൾ, ഒരാരംഭത്തെ ഉൽപ്പത്തി കുറിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം ശക്തമായ ഒരു അവസാനത്തെ കാണിക്കുന്നു. ഉൽപ്പത്തി ആരംഭിക്കുമ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം സൃഷ്ടിച്ച ഈ ആകാശത്തെയും ഭൂമിയെയും ദൈവം ഒന്ന് മാറ്റിയിട്ട് തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്നു. വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും യഹോവയായ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇനി പകൽ വാഴുന്നത് സൂര്യനല്ല, രാത്രി വാഴുന്നത് ചന്ദ്രനല്ല, യഹോവ അവർക്കെന്നേക്കും നിത്യപ്രകാശമായിരിക്കും. സ്തോത്രം. നമുക്കറിയാം, നാം അധിവസിക്കുന്ന ഈ ഭൂമി, ആമേൻ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അനവധി പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ ഇതൊന്നുമില്ലാത്ത നല്ലൊരു അനുഭവം നമുക്ക് വേണ്ടി കടന്നു വരുവാനായിട്ട് പോവുകയാണ്. സ്തോത്രം. തീർന്നില്ല. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, സ്തോത്രം, ദൈവം ഇതാ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. സ്തോത്രം. തന്റെ സ്വന്തം സ്വരൂപത്തിലും തന്റെ സ്വന്തം സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, അവന് വേണ്ട ഒരു മനോഹരമായ തോട്ടം ദൈവം ഏദനിൽ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഭൂമി സൃഷ്ടിക്കുമ്പോൾ ഈ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. എന്നാൽ ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഇരുളിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവം ഇതാ മനോഹരമായ ഒരു തോട്ടമുണ്ടാക്കി. ദൈവം പലതും ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവ ഉണ്ടായി. ദൈവം കൽപ്പിച്ചപ്പോൾ അത് സംഭവിച്ചു. എന്നാൽ മനുഷ്യനെ അങ്ങനെ സൃഷ്ടിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. തന്റെ സ്വന്തം സ്വരൂപത്തിലും തന്റെ സ്വന്തം സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അത് മാത്രമല്ല, അവന് പാർക്കുവാൻ തക്കതായ മനോഹരമായ ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ ദൈവം അവനെ ആക്കി. ദൈവം അവനെ ആക്കുക മാത്രമല്ല ചെയ്തത്, എന്നും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം ഈ തോട്ടത്തിലേക്ക് ഇറങ്ങി വരും. സ്തോത്രം. അത് മാത്രമല്ല, ദൈവവും മനുഷ്യനുമായുള്ള ഒരു വലിയ ബന്ധം, ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ്. എന്നാൽ നമുക്കറിയാം, ഒരു ദിവസം ദൈവം ഈ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്റെ സ്വന്തം സ്വരൂപത്തിലും തന്റെ സ്വന്തം സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഈ മനുഷ്യനെ കാണുവാനില്ല. ദൈവം ആദമിനെ വിളിച്ചു. ദൈവം ഹവ്വായെ വിളിച്ചു. ആദമേ, നീ എവിടെയാകുന്നു? ഹവ്വായെ, നീ എവിടെയാകുന്നു? സ്തോത്രം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തിന് മുൻപിൽ നിൽക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. പാപം ചെയ്തു. ദൈവകൃപയിൽ നിന്ന് അവർ അന്യപ്പെട്ടു. ആത്മീക കൂട്ടായ്മയിൽ നിന്ന് അവർ മാറിപ്പോയി. എന്താണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്? അവിടെ സംഭവിച്ചെന്താ? There is no compromise. തന്റെ സ്വന്തം സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആമേൻ. ദൈവവും മനുഷ്യനുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം
അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, പാപം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, there is no compromise. ദൈവം തോട്ടത്തിൽ നിന്ന് ആ മനുഷ്യനെ പുറത്താക്കി. അത് മാത്രമല്ല, തോട്ടം കാപ്പാൻ ശക്തന്മാരായ ദൂതന്മാരെ ആക്കി. ദൈവം മനുഷ്യനോട് പറഞ്ഞു, ആദമേ, നീ വിയർപ്പോടെ അധ്വാനിച്ച് നീ വിയർപ്പോടെ ആഹാരം ഭക്ഷിക്കും. സ്ത്രീയോട് പറഞ്ഞു, ഹവ്വായേ, നീ വേദനയോടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. ഇങ്ങനെ അവർ ഇതാ ദൈവത്തിന്റെ പാപം ചെയ്തതിന്റെ ഫലമായി ശാപം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അന്ന് മുതൽ മനുഷ്യന്റെ കഷ്ടത അവിടെ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 21-ാം അധ്യായം വായിക്കുമ്പോൾ എടുക്കണ്ട, അവിടെ വായിക്കുന്നു, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. സ്തോത്രം. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ദൈവിക കൂട്ടായ്മ ഇതാ തിരിച്ചു പിടിക്കുക. ഇവിടെ വായിക്കുന്നു, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ദൈവിക കരങ്ങൾ കൊണ്ട് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റുന്ന ഒരു ദിനം ഇതാ ആസന്നമായിരിക്കുക. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, എന്നെ ശ്രമിക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ഇതിന്റെ നടുവിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതെ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ആ സ്വർഗീയ കരം കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റുന്ന ദിനം ആസന്നമായിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വായിച്ച വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഞാനൊന്ന് കടന്നു വരട്ടെ. അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് ഒരു മനുഷ്യന്റെ വെളിപ്പാടല്ല. നിർത്തി വായിച്ച് സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് ഒരു മനുഷ്യനുണ്ടായ വെളിപ്പാടല്ല. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ് കൃത്യമായി ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. സ്തോത്രം. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇവിടെ പറയുന്നു യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വായിച്ചാട്ടെ. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ സ്നേഹിതരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വേഗത്തിൽ ചിലത് സംഭവിക്കുവാൻ പോകുകയാണ്. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, വേഗത്തിൽ ചിലത് സംഭവിക്കാൻ പോകുകയാണ്. ശാസ്ത്രം വിളിച്ചു പറയുന്നു, വേഗത്തിൽ ചിലത് സംഭവിക്കാൻ പോകുകയാണ്. സ്തോത്രം. പത്രമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയാസ് വിളിച്ചു പറയുന്നു, വേഗത്തിൽ ചിലത് സംഭവിക്കാൻ പോകുകയാ. അത് ഇന്ന് ഇതൊക്കെയും വിളിച്ചു പറയുന്നതിന് മുൻപ് AD 95-96 കാലഘട്ടത്തിൽ അതെ യോഹന്നാനിൽ കൂടെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് യോഹന്നാൻ പ്രാപിച്ച് വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്, വേഗത്തിൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. വായിച്ചാട്ടെ. തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. കണ്ടോ, ഈ ഭൂമിയിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായും വളരെ വ്യക്തമായും പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാണ്. ലോകത്തിൽ അനേക മതഗ്രന്ഥങ്ങളുണ്ട്, അതിനെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു. അനേക ചരിത്ര പുരുഷന്മാരുണ്ട്, അനേക പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ലോകത്തെ നിയന്ത്രിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്, വിശുദ്ധ തിരുവെഴുത്താണ്. ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് അതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, യെഹെസ്കേൽ പ്രവചനവും ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും ഇത് മൂന്നും കൂടെ ചേർത്ത് പഠിച്ചാൽ അതാണ് ഇന്ന് ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ചില കാര്യങ്ങൾ വേഗത്തിൽ സംഭവിക്കാൻ പോകുകയാ. വായിച്ചാട്ടെ. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു.
തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ട ഇതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി ഈ പ്രദേശത്തുള്ള ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, സമയം അടുത്തിരിക്കുകയാണ്. ചിലത് സംഭവിക്കുവാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആരായിരുന്നു യോഹന്നാൻ? യേശുക്രിസ്തുവിന്റെ വാത്സല്യ ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശുവിന്റെ മാർബോട് ചാരിക്കിടന്നവനായിരുന്നു യോഹന്നാൻ. യേശു സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശു ഏറ്റവും അധികം യേശുവിനെ സ്നേഹിച്ചവനും യേശു സ്നേഹിച്ചവനുമായ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. എന്നാൽ ചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 95-96 കാലഘട്ടം ക്രൈസ്തവ സഭ വലിയ പീഡനത്തിലൂടെ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ യേശുവിന് വേണ്ടി നിന്ന ഈ ഭക്തനെ നശിപ്പിക്കുവാൻ ഭരണകൂടം തീരുമാനിച്ചു. എങ്ങനെയാണെന്നറിയാമോ? വേദപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഒരു മനുഷ്യനെ മുക്കിക്കൊല്ലത്തക്ക നിലയിലുള്ള വലിയ ഉരുളിയിൽ നിറച്ചെണ്ണ ഒഴിച്ച് തിളപ്പിച്ച് മത്സ്യം വറുത്തു കോരുന്നത് പോലെ വറുത്തു കോരുവാൻ ഭരണാധികാരി തീരുമാനിച്ചു. തീർന്നില്ല. അങ്ങനെ യേശുവിനെ സ്നേഹിച്ച ഈ ശിഷ്യൻ പിടിക്കപ്പെട്ടു. ഭരണാധികാരിയുടെ മുൻപിൽ നിൽക്കുകയാണ്. എന്തിനാണ്? അല്പനിമിഷങ്ങൾ കൂടെ കഴിയുമ്പോൾ താൻ എന്ത് സംഭവിക്കാൻ പോകുകയാണ്? ഈ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് എറിയപ്പെടാൻ പോകുകയാണ്. പക്ഷേ തന്റെ മുഖത്തൊരു ഭാവഭേദവും ഇല്ലായിരുന്നു. തനിക്കറിയാം താൻ സേവിക്കുന്ന ദൈവം ആരാണെന്നും തന്നെ വിളിച്ച ദൈവം ആരാണെന്നുള്ള ഉറപ്പ് യോഹന്നാൻ ഉണ്ടായിരുന്നു. സ്തോത്രം. എണ്ണ തിളച്ചു മറിയുന്നു. അല്പം ചില നിമിഷങ്ങളുടെ കഴിയുമ്പോൾ യോഹന്നാൻ ആ എണ്ണയിലേക്ക് വലിച്ചെറിയപ്പെടും. എന്നാൽ യോഹന്നാന്റെ മുഖത്തൊരു ഭാവഭേദവും ഇല്ലായിരുന്നു. കാരണം എന്തെന്നറിയാമോ? യോഹന്നാൻ തിളച്ച എണ്ണയുടെ മുൻപിൽ നിൽക്കുമ്പോൾ യോഹന്നാൻ കണ്ടത് തിളച്ചു മറിയുന്ന എണ്ണയല്ല. യോഹന്നാൻ കണ്ടത്, ആമേൻ, തന്റെ ഭക്തന് വേണ്ടി ഈ തിളച്ചു മറിയുന്ന എണ്ണയെ തണുപ്പിക്കുന്ന ഒരു കരം സ്വർഗത്തിൽ നിറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ ജനമേ, പ്രതികൂലം കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രശ്നത്തെ അല്ല കാണുന്നത്, അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ ആത്മാവിൽ കാണുവാൻ ഇടയായി തീരണം. പ്രാർത്ഥിക്കുന്നവന് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതിന്റെ നടുവിൽ അവന് വേണ്ടി സ്വർഗം തുറക്കും, സ്വർഗം ഇറങ്ങി വരും, സ്വർഗം അതിന്മേൽ തൊടും, ദൈവത്തിന്റെ മഹത്വം അതിന്മേൽ ഇറങ്ങുവാൻ ഇടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവ വൈതലേ, നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, അതിന്റെ നടുവിൽ വിടുവിക്കാൻ കഴിയുന്ന ജീവനുള്ള ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഒരുപക്ഷേ സ്നേഹിത, പലതും പരീക്ഷിച്ച് പരാജയപ്പെട്ട വ്യക്തിയായിരിക്കാം താങ്കൾ. എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട വ്യക്തിയായിരിക്കാം താങ്കൾ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ കരസ്ഥമാക്കിയാൽ, യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ കരസ്ഥമാക്കിയാൽ, സ്തോത്രം, ജീവിതത്തിൽ ഈ ഭൂമിയിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിത്യതയിൽ എത്തിച്ചേരുവാനിടയായി തീരും. ഈ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് യോഹന്നാനെ വലിച്ചെറിയപ്പെട്ടെങ്കിലും ഈ എണ്ണയ്ക്ക് ഒരു കേടും വരുത്തുവാൻ കഴിഞ്ഞില്ല. ചക്രവർത്തിയുടെ അരിശം തീർന്നില്ല. യോഹന്നാനെ വലിച്ചെറിയപ്പെട്ടത് എങ്ങോട്ടാണെന്നറിയാമോ? പത്മോസ് എന്ന ദ്വീപിലേക്കാണ് വലിച്ചെറിയപ്പെട്ടത്. ഏത് വിധേനയും നശിപ്പിക്കുവാൻ ഭരണാധികാരികൾ തീരുമാനിച്ചപ്പോൾ തന്റെ ഭക്തനെ സംരക്ഷിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നാം തിരിച്ചറിയണം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം, ആമേൻ, ആർക്കും നമ്മെ തൊടുവാൻ കഴിയത്തില്ല.
ഒരു ശക്തിക്കും കഴിയത്തില്ല. വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒരു ദുഷ്ടാത്മ സേനയ്ക്കോ നമ്മെ തൊടുവാൻ കഴിയത്തില്ല. നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ നടത്തുന്ന ഒരു സ്വർഗീയ കരം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാനെ വലിച്ചെറിയപ്പെടുന്ന എങ്ങോട്ടെന്നറിയാമോ? പത്മോസ് എന്ന ദ്വീപിലേക്കാ. നമ്മൾ വായിച്ചല്ലോ, അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കാരണം യേശുവിന്റെ കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ യേശുവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം എവിടെയായിരുന്നു? പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ, പ്രതികൂലം കടന്നു വരുമ്പോൾ നമ്മളൊക്കെ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി ദൈവനാമത്തിന് വേണ്ടി നിന്നതാ, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തതാ, ദൈവരാജ്യ ട്രാക്റ്റ് കൊടുത്തു, പരസ്യങ്ങളിൽ പോയി ശുശ്രൂഷകളിൽ സംബന്ധിച്ചു, ദൈവദാസന്മാരെ ആദരിച്ചതാ. എന്തുകൊണ്ടാണ് കർത്താവ് ഇതൊക്കെ സംഭവിച്ചത്? പക്ഷേ യോഹന്നാന് പരിഭവമില്ല, യോഹന്നാന് പരാതിയില്ല, യോഹന്നാന് പിറുപിറുപ്പില്ല. യോഹന്നാൻ ഒന്നറിയാം, ദൈവത്തിനിലൂടെ ചില പദ്ധതികളുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി ഈ കഷ്ടതയുടെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും യോഹന്നാൻ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വായിക്കുന്നു, കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ. ഈ ഭൂമിയിൽ നമ്മൾ ആരും കഷ്ടത ആഗ്രഹിക്കുന്നവരല്ല. സ്തോത്രം. നമ്മളെപ്പോഴും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, പലരും നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്, അല്ലെങ്കിൽ പലരും ദൈവത്തെ നോക്കി ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയാ? തങ്ങളുടെ സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടി, സാമ്പത്തിക മേഖലകളുടെ ഒരു ഉന്നതിക്ക് വേണ്ടി, തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടി, നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി, നല്ല വാഹനം ലഭിക്കുന്നതിന് വേണ്ടി, അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെയാണ് പലരും പല നിലകളിൽ ദൈവത്തെ സേവിക്കുന്നത്. സ്തോത്രം. എന്നാൽ രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ഇതൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാ. സ്തോത്രം. ഭവനം നല്ലതാ, വീട് നല്ലതാ, കാറ് നല്ലതാ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം ആവശ്യമാ, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, മരണത്തിനപ്പുറം ഒരു ജീവനുണ്ട് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വെട്ടിപ്പിടിച്ചതൊന്നും കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. മരണം എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. കർത്താവ് ഒരു ഉപമ പറഞ്ഞു, ഞാനത് വായിപ്പിക്കുന്നില്ല, ഞാനത് വേഗത്തിൽ പറഞ്ഞു പോകാം. ധനവാന്റെയും ലാസറിന്റെയും നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഉപമയാ. ധനവാന്റെയും ലാസറിന്റെയും ഉപമ. എന്തായിരുന്നു ധനവാന്റെയും ലാസറിന്റെയും ഉപമ? ധനവാനെ കുറിച്ച് പറഞ്ഞു, ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് സുഭിക്ഷമായി ജീവിക്കുന്ന, എല്ലാ സാഹചര്യവുമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ. എന്നാൽ ഒരു പാവപ്പെട്ട ഒരു വ്യക്തി, അവന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ശരീരമൊക്കെ വ്രണം കൊണ്ട് നിറഞ്ഞ് പൊട്ടി ദുർഗന്ധം വമിക്കുന്ന അനുഭവം. കണ്ടോ? ഒരേ കാലഘട്ടത്തിൽ ഒരേ ഇടത്ത് അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ജീവിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. ഒരുവന്റെ അനുഭവം, അവൻ എന്താ? ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചുകൊണ്ട്. മറ്റവൻ എങ്ങനെയാ? അവന്റെ ശരീരം അവന് വളരെ വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോകുകയാണ്. ഞാൻ വളരെ ശാന്തമായിട്ടൊന്ന് ഓർപ്പിക്കാം. ഞാൻ പറയാം, ഈ ധനവാൻ നല്ല മനസാക്ഷിയുള്ള മനുഷ്യനായിരുന്നു.
നമ്മളെക്കാളൊക്കെ മനസ്സാക്ഷിയുള്ള മനുഷ്യനായിരുന്നു. എന്നെക്കാളൊക്കെ നല്ല മനസ്സാക്ഷിയുള്ള മനുഷ്യനായിരുന്നു. ഞാൻ പറയാം, ഈ മനുഷ്യൻ ഒരു കാര്യം ചെയ്തു. ഈ പാവപ്പെട്ട മനുഷ്യൻ, അതായത് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഞാൻ എന്നോട് തന്നെ ചോദിക്കാം, ഇതുപോലുള്ള ഒരു മനുഷ്യൻ, ശരീരം പൊട്ടി ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ ഭവനത്തിൽ വന്നാൽ ഒരു പക്ഷേ ഒരു നേരം എന്തെങ്കിലും കൊടുത്തവനെ ആട്ടിപ്പായിച്ചേക്കാം. എന്നാൽ ഈ മനുഷ്യൻ അവനെ ആട്ടിപ്പായിച്ചില്ല. തന്റെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ അവന് കൊടുത്തുകൊണ്ട്, അവന്റെ വിശപ്പടക്കിക്കൊണ്ട് അവന് വേണ്ടുന്നതെല്ലാം അവന് കൊടുത്തു. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്, മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ എന്നാണ്. അത് ട്രാൻസ്ലേഷനിൽ വന്ന ഒരു ഇതാണ്. മേശമേൽ നിന്ന് വീഴുന്നതെന്ന് അവിടെ ഉദ്ദേശിച്ചത് താൻ ഭക്ഷിച്ച് ശേഷിക്കുന്ന മേൽത്തരമായ ആഹാരം ആർക്ക് കൊടുത്തു? ഈ മനുഷ്യന് കൊടുത്തു. ഈ ധനവാന്റെ പടിപ്പുര വാതിൽക്കൽ കിടക്കുവാൻ അനുവാദം കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, പ്രസംഗിക്കുവാൻ എളുപ്പമാ? അഭിപ്രായം പറയുവാൻ എളുപ്പമാ? ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി ഏറ്റുമുട്ടുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറയുവാൻ കഴിയുമോ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ അത്? സ്തോത്രം. എന്നാൽ രണ്ടുപേരും മരിച്ചു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും മരിക്കും. സ്തോത്രം. ധനവാനും പാവപ്പെട്ടവനും മരിക്കും. സൗന്ദര്യമുള്ളവനും സൗന്ദര്യമില്ലാത്തവനും മരിക്കും. മരണം ഏത് സമയത്താണെന്നോ, നടന്നു പോകുമ്പോഴോ, ഭവനത്തിലായിരിക്കുമ്പോഴോ, യാത്രയിലോ, അന്യരാജ്യത്തോ, എവിടെ കിടന്നാണെന്ന് അറിയുവാൻ കഴിയത്തില്ല. പക്ഷെ മരണം വരും. സ്തോത്രം. ഇതുപോലെ തന്നെ മരണം ഇവിടെ സംഭവിക്കുക. എന്താ? രണ്ടുപേരും മരിച്ചു. സ്തോത്രം. നമ്മൾ വായിക്കുന്നു, അബ്രഹാം, ഈ പാവപ്പെട്ടവൻ, ഈ ധനവാനായ മനുഷ്യൻ മരിച്ചു. ആഡംബരപൂർണമായ ഒരു ശവസംസ്കാര ശുശ്രൂഷ അവന് ലഭിച്ചു. സമൂഹത്തിലെ പ്രഗത്ഭന്മാരും പ്രശസ്തന്മാരും കടന്നു വന്നു. അനുശോചന സന്ദേശങ്ങളുടെ പ്രവാഹമായിരുന്നു. വില കൂടിയ റീത്തുകൾ, വാഹനങ്ങളുടെ അകമ്പടി എന്ന് വേണ്ട, ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടെ ധനവാനായ ഈ മനുഷ്യനെ അവർ അടക്കി. സ്തോത്രം. എന്നാൽ ഈ പാവപ്പെട്ടവനും മരിച്ചു. സ്തോത്രം. എന്നാൽ ഈ പാവപ്പെട്ടവനും മരിച്ചപ്പോൾ, സ്തോത്രം, ഔദ്യോഗിക ബഹുമതികളില്ല, അവനെ എടുത്തുകൊണ്ടു പോകുവാൻ ആരുമില്ല. ഒരു പക്ഷേ വല്ല മുനിസിപ്പാലിറ്റിക്കാരോ പഞ്ചായത്തുകാരോ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ സന്മനസ്സുള്ള ആരോ ചിലതൊക്കെ ചേർന്ന് ഈ പാവപ്പെട്ടവനെ എവിടെയോ കൊണ്ടടക്കി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവ പൈതലേ, നീ എവിടെ കിടന്ന് മരിച്ചാലും, ആക്സിഡന്റിൽ ആയിക്കൊള്ളട്ടെ, ആമേൻ, കടലിൽ, ഒരുപക്ഷെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് തകർന്ന് കടലിൽ വീണായാലും, അഗ്നിയിൽ വെന്ത് ചാരമായിരുന്നാലും, ഒരു ദൈവ പൈതലിന്റെ ആത്മാവ് എത്തേണ്ട മണ്ഡലങ്ങളിൽ എത്തിച്ചേരും. സ്തോത്രം. ഇന്ന് രാത്രി ആ ഒരു ഉറപ്പ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ അറിയിക്കുക, ഓർപ്പിക്കുക. ആമേൻ. നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ടുപേരും മരിച്ചു. ഒരു കാര്യം കൂടെ ഓർത്തോണം, മരിച്ചു കഴിഞ്ഞ് അവിടെ ചെന്നാലും തിരിച്ചറിയാം. അത് ഏറ്റവും വലിയ പ്രയാസമാണ് കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെന്നാൽ തിരിച്ചറിയാം. സ്തോത്രം. സ്വർഗം എന്ന് പറയുന്ന ഒരു കെട്ടുകഥയൊന്നുമല്ല. പൗലോസിനോട് ചോദിച്ചേ, ഏകദേശം 66 കോടി പവൻ സ്വത്തിന്റെ ഉടമസ്ഥനായിരുന്നു പൗലോസ്. എന്നാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി
ദമസ്കോസിലേക്കുള്ള യാത്രാമധ്യേ ദൈവിക ദർശനത്തിന്റെ നടുവിൽ ദൈവത്തെ കണ്ട് ദൈവത്തിനു വേണ്ടി നിന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു പൗലോസ്. പൗലോസിന്റെ ആദ്യത്തെ പേര് ശൗൽ എന്നായിരുന്നു. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ശൗൽ ഒരു പൗലോസായി മാറി.